ഹായ് അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സ്പെഷ്യലായിട്ടുള്ള ഒരു പലഹാരമായിട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണിത്. അപ്പോൾ നമ്മളിതിൽ സ്പെഷ്യലായിട്ടുള്ള ഒന്ന് രണ്ട് ചേരുവകൾ ചേർക്കുന്നത് കൊണ്ടിട്ട് തന്നെ കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അത്രമാത്രം ടേസ്റ്റുള്ള പലഹാരമാണ്. അപ്പോൾ വീഡിയോ കണ്ടുവെക്കാം, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു 4 ക്യൂബ് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര ഞാനൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗത്തിൽ നമുക്കിതൊന്ന് മെൽറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഞാൻ ശർക്കര ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് ബിരിയാണി അരി ഞാൻ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഒഴുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പച്ചരി വെച്ചിട്ടും ഇത് ചെയ്യട്ടോ. പക്ഷേ ബിരിയാണി അരി ആവുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഈ ഒരു പലഹാരത്തിന്. ഇനിയിപ്പോൾ വെള്ളം മൊത്തത്തിൽ ഒഴിവാക്കിയതിൻ്റെ ശേഷം ഞാനിതാ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അതിന് ശേഷം ഞാനിതാ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, അതുപോലെ തന്നെ ഒരു 4 ഏലക്കായ കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ ശർക്കരയുടെ, അപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം ഞാനതിന്ന് ഒരു 1/4 ഭാഗത്തോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഞാൻ ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വല്ലാത്ത തിക്നെസ്സിലും അതുപോലെ തന്നെ നല്ല ലൂസിലും നമുക്ക് ഈ ഒരു മാവ് ആവശ്യമില്ല. അപ്പോൾ ഒരു മീഡിയം സൈസിൽ ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്കൊരു മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ശർക്കരയിൽ നിന്ന് ഇത്രയും ശർക്കര നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് വെളുത്തിട്ടുള്ള കുറച്ച് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഇനിയിപ്പോൾ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്ത് കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങ നമ്മൾ നെയ്യിൽ തന്നെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മസ്റ്റായിട്ടും എള്ള് കൂടി ചേർക്കട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇതുപോലെ ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നമ്മളൊരു പലഹാരം കഴിക്കുന്ന സമയത്ത്. ഇനിയിപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പലഹാരത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. അതിനിപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് നമ്മളൊരു പലഹാരം ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ നോക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു 1/4 ഭാഗത്തോളം മാവ് ഓരോരോ കുഴിയിലേക്കും ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ണിയപ്പമല്ല കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു പാത്രത്തിൽ നമ്മളിത് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അത് സ്പെഷ്യലായിട്ടുള്ള നല്ലൊരു പലഹാരമാണിത്. ഇനിയിപ്പോൾ ഇതാ ഞാനിത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗത്തിൽ നമുക്കിതായി കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മേൽഭാഗവും അതുപോലെ തന്നെ ഒന്നായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1-2 സെക്കൻഡ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു പലഹാരം നമുക്ക് 1-2 സെക്കൻഡിൽ തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് ഇത് ചട്ടിയിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കൂടി ഞാനിതുപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പം മുഴുവനായിട്ട് തന്നെ ഞാൻ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി എള്ള് ഞാനിതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സ്, അതായത് ഈ ഒരു പലഹാരത്തിന് ടേസ്റ്റി ആക്കുന്നത് ഈ ഒരു എള്ളും അതുപോലെ തന്നെ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്ത് കൂടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാ, ബൈ.